ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. വേറെ ഒന്നുമല്ല, എനിക്ക് 2-3 ദിവസമായിട്ട് വയ്യായിരുന്നു. ചുമയും ജലദോഷം കാര്യങ്ങളും തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉണ്ണിക്കും ചെറിയ രീതിയിൽ വയ്യായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. അപ്പോൾ ഇതിപ്പോൾ 2-3 ദിവസത്തെ മുന്നേ ആണ് കേട്ടോ. രാവിലത്തെ റുട്ടീനാണ്. നമ്മൾ അടിച്ചു വാരി തുടച്ച് വിളക്ക് കത്തിച്ച് അങ്ങനെ നമ്മുടെ എന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് പോവാണ്. അപ്പോൾ നൂൽപുട്ടും കറിയാണ്. ഇവിടെ ഞാൻ സ്വത്തുവിൻ്റെ പാല് കുപ്പി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതായത് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നൂൽപുട്ട് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ പരന്ന ഇതിലാട്ടോ. ഇഡ്ഡലി ചെമ്പിലല്ല, ഇഡ്ഡലി ചെമ്പിലാണ് ആവി കയറ്റാൻ വെക്കുന്നത്. പക്ഷെ ഇങ്ങനെ പരന്നൊരു കുഞ്ഞി കിണ്ണം പോലത്തെ ഒരു സംഭവത്തിലാട്ടോ. ഇതാകുമ്പോൾ ഒരു 2 എണ്ണമൊക്കെ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. മറ്റേ നൂൽപുട്ടുന്ന ഇഡ്ഡലി പാത്രത്തിൽ നമ്മൾ കുഞ്ഞിതല്ലേ കിട്ടുക. ഇവിടെ ആദ്യം അങ്ങനെ ഉണ്ടാക്കിയത്. പിന്നെ പാത്രക്കാരൻ്റെ അടുത്ത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോൾ വാങ്ങി. ഇതാകുമ്പോൾ പെട്ടെന്ന് ആവുകയും ചെയ്യും. ഇവിടെ 6 പ്ലേറ്റ് ഉണ്ട് കേട്ടോ. 3 എണ്ണത്തിൽ പീച്ച് ഞാൻ വെക്കും, 3 എണ്ണത്തിൽ ആവി കയറ്റാൻ വെക്കും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് അടുത്തത് സെറ്റ് വേഗം വെക്കാമല്ലോ. അങ്ങനെ ഒരു എളുപ്പപ്പണിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ വാങ്ങിയതാട്ടോ അത്. അപ്പോൾ നൂൽപുട്ടിനുള്ള പൊടിയൊക്കെ ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളമാണ് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി കയറ്റാനും വെച്ചിട്ടുണ്ട്. അത് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്കിത് വേഗം പീച്ചിട്ട് വെക്കണം. സ്വത്ത് എഴുന്നേറ്റിട്ടില്ല തോന്നുന്നു ഇന്ന്, അതായത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ആക്ച്വലി 2-3 ദിവസം മുന്നത്തെ ആയിരുന്നു വീഡിയോ എടുത്ത് വെച്ചത്. ഓണത്തിരക്കൊക്കെ വന്നില്ലേ എല്ലാവർക്കും, അത് കാരണം നമുക്ക് ഒന്നിനും സമയം ഉണ്ടായില്ല. പച്ചക്കറി വാങ്ങലും പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ പോകലും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഡ്രസ്സ് എടുക്കലും വീട്ടിലെ ചെറിയ അല്ലറ ചില്ലറ നമുക്ക് എന്തെങ്കിലും ഒതുക്കിപ്പറക്കലൊക്കെ ഉള്ള സമയമാണല്ലോ. എന്തെങ്കിലും നമുക്ക് പിന്നെ ഈ ഓണം വിഷു സമയങ്ങളിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ നമ്മുടെ വീട്ടിലേക്ക് ഒതുക്കലും പെറുക്കലും ഒക്കെ. നമ്മുടെ വീട് ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഒതുക്കി പെറുക്കാറുള്ളതാണ്. എല്ലാ ദിവസവും നീറ്റായിട്ടിരിക്കുന്ന വീട് തന്നെയാണ്. അതായത് അത് ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അവരങ്ങനത്തെ ഒരു ഇതിലാണ് അച്ഛൻ വളർന്നത്. അച്ഛൻ ചെറുപ്പം മുതലേ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്തും നല്ല വൃത്തിയിൽ, അതായത് നല്ല നീറ്റായിട്ടിരിക്കുന്ന ആൾക്ക് എപ്പോഴും വീട്. ഇപ്പോൾ ഉണ്ണി ഉണ്ടെങ്കിലും നമ്മൾ വിചാരിക്കും അവളെ എന്തെങ്കിലും വലിച്ച് നിരത്തിയിട്ട് കഴിഞ്ഞാലും അപ്പം തന്നെ ഒതുക്കി അച്ഛനെ വെക്കണം. പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അയ്യേതെന്ത് ഇങ്ങനെ കിടക്കണേന്ന് തോന്നരുത്. കാരണം എപ്പോഴും വൃത്തിയായിട്ടിരിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 വർഷമായില്ല കല്യാണം കഴിഞ്ഞ്. ഞാനിപ്പോൾ ഇവരുടെ കൂടെ കൂടിയിട്ട് എനിക്ക് ഈ വൃത്തിയുടെ അസുഖിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിലും ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ ചെന്ന് എല്ലാവരും നമ്മൾ സ്വന്തം വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കണം എന്നാണല്ലോ വിചാരിക്കുക. പക്ഷേ എനിക്ക് ഇവിടത്തേക്കാളും ഡബിൾ പണിയായിരിക്കും വീട്ടിൽ. കാരണം അമ്മ ആഴ്ചയിൽ ഒരു ദിവസമാണ് വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അത്രയൊക്കെയാണ് അമ്മയ്ക്ക് എത്തുള്ളൂ. എന്നും ഇപ്പോൾ നമുക്ക് വൃത്തിയാക്കാനുള്ള സമയം അമ്മയ്ക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോണ സമയത്ത് മാക്സിമം ഞാൻ അവിടെ അടിച്ചു വാരി വൃത്തിയാക്കും. പഴയതൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്കിട്ടും നല്ലത് മാത്രം എടുത്ത് വെച്ചും അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ ചീത്ത പറയും, നിനക്ക് ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വന്നാൽ നിനക്ക് അവിടെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്കതങ്ങനെ കാണുമ്പോൾ ഇരിപ്പുറക്കില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടോ, നിങ്ങളും ഇങ്ങനെ ഉണ്ടോ കൂട്ടുകാരെ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ നമ്മൾ നൂൽപുട്ടിന് നമുക്ക് ഇഷ്ടമാണ് കേട്ടോ കറി. കുറേ നാളായി ഇങ്ങനെ നൂൽപുട്ടൊക്കെ കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഗ്രീൻ പീസ് കടലക്കറി അങ്ങനെയാണ് എപ്പോഴും പോവാറ്. അപ്പോൾ ഇന്ന് കുറച്ച് ഉരുളക്കിഴങ്ങ് അധികം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് ഇഷ്ടം ഉണ്ടാക്കാം. നമുക്ക് സമയം എളുപ്പമാണ്, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. ഞാൻ അതിന് ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളതാ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നൊക്കെ പറയില്ല, അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടത്. നമ്മൾ നൂൽപുട്ട് റെഡിയായി. ഇത് ഞാൻ ഉണ്ണിക്ക് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് പനിക്കൂർക്കയുടെ നീര് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ചൂടുവെള്ളത്തിലൊന്ന് ഇട്ട് വയ്ക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ അത് പീച്ച് കൊടുക്കണം. പീച്ചില്ല, നീരെടുത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിന്ന് പച്ചക്കറിയിൽ നിന്ന് നമ്മൾ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും പടവലങ്ങയും തക്കാളിയൊക്കെ കൂടിയിട്ട് ചാറ്. പിന്നെ ഉച്ചയായിട്ടോ, ഉച്ചയ്ക്ക് സ്വത്ത് ഉറങ്ങാണ്. ഈ സമയത്താണ് ഞാൻ എൻ്റെ റൂമിലെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. എൻ്റെ റൂം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇങ്ങനെയൊന്നും എൻ്റെ റൂം കിടക്കാത്തതാണ്. കാരണം എനിക്ക് 2 ദിവസം തീരെ വയ്യായിരുന്നു, ഒന്നിലും ശ്രദ്ധിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ
നമുക്കിപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ്. ആദ്യം അലമാര വൃത്തിയാക്കണോ, ഷെൽഫ് വൃത്തിയാക്കണോ, ബെഡ് വൃത്തിയാക്കണോ. ബെഡ് എന്തായാലും ഇപ്പോൾ സ്വത്ത് ഉറങ്ങണ കാരണം തൊടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്ക് ഷെൽഫ് വൃത്തിയാക്കാം എന്ന്. അങ്ങനെ ഞാൻ ഷെൽഫിലേക്ക് പോട്ടെ, എന്തൊക്കെ ഇപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ഷെൽഫ് വൃത്തിയാക്കാൻ ഇറങ്ങി. അത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് നേരെ പോയത് അലമാരിലേക്ക് കേട്ടോ. അലമാരിൽ ഇപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ എടുത്തു വയ്ക്കാൻ മെയിൻ കാരണം എൻ്റെ സ്വത്തുമാണ്. എൻ്റെ സ്വത്തുവിന് ഇതൊക്കെ കാണുമ്പോൾ അമ്മ താ പറയും. അപ്പം ഞാൻ എടുത്തു കൊടുക്കുകയും ചെയ്യും. ഞാൻ അവൾക്ക് കൊടുക്കാതിരിക്കില്ല അവൾ ചോദിച്ചു കഴിഞ്ഞാൽ. അങ്ങനെ അതൊക്കെ അവൾ നശിപ്പിക്കുകയും ചെയ്യും. അപ്പം ഞാൻ അവൾ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചതാണ്. ഇതെൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. അന്നൊരു ദിവസം മാത്രം ഞാൻ എടുത്തിട്ടുള്ളൂ. ഓർമ്മകൾ അതിന് എല്ലാം ബ്ലൗസും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ എനിക്ക് പാകമാവുമെന്ന് അറിയില്ല. ഇത് സ്വത്തുൻ്റെ 28ൻ്റെ സാരി. ഇതും ഞാൻ കല്യാണത്തിൻ്റെ സെറ്റാണ് തോന്നുന്നു. ഇത് ഞാൻ ഇതുവരെ ഉടുത്തിട്ടില്ല കേട്ടോ. ഇത് പിന്നെ എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരിയാണ്, സെറ്റ് സാരി. ഇത് ഒരു ദിവസം തന്നെ ഉടുത്തിട്ടുള്ളൂ. ഇത് പിന്നെ ഇതൊക്കെ കല്യാണത്തിൻ്റെ സംബന്ധമായ സാരികളാട്ടോ. ബാക്കി എല്ലാ സാരികളും ഞാൻ ഒഴിവാക്കി, കാരണം ഞാൻ സാരികൾ അങ്ങനെ എടുക്കാറില്ല. ഇതെൻ്റെ 7ാം മാസം ചടങ്ങിന് വാങ്ങിയ സാരിയാണ്. ഇതെനിക്ക് അച്ഛൻ എനിക്ക് ജോലി കിട്ടിയ സമയത്ത് വാങ്ങിത്ത സാരി കേട്ടോ. അങ്ങനെ എനിക്ക് ഫേവറേറ്റ് സാരികൾ മാത്രം ഞാൻ എടുത്ത് വെച്ചുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അലമാരന്ന് ഒഴിവാക്കി, കാരണം ഞാൻ ഇതൊന്നും എടുക്കാറില്ല. അപ്പോൾ നമ്മുടെ അലമാരിൽ അലങ്കോലപ്പെട്ട് കിടന്നതൊക്കെ ഞാൻ വൃത്തിയാക്കി. ഇനി നമുക്ക് സ്വത്തുൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനാട്ടോ. ഇതൊക്കെ സ്വത്ത് ഇടാത്ത കുറേ ഡ്രസ്സുണ്ട്, എന്നാലും ഞാനൊക്കെ മടക്കി വെക്കണം. ഇത് സ്വത്തുവിൻ്റെ ഫസ്റ്റത്തെ ഇതാണ് ഫസ്റ്റത്തെ ഓണക്കോടി കേട്ടോ സ്വത്തുവിൻ്റെ. ഇത് നമ്മൾ ഇട്ടിരുന്നു, കൃഷ്ണജയന്തിക്ക് ഇട്ടു. ഇത് സ്വത്തുവിൻ്റെ 2ാമത്തെ ഓണക്കോടിയാണ്. ഇതാണ് ഉത്രാട ദിവസം അവൾ ഇട്ടത്. അപ്പോൾ ഇതാ സ്വത്തുവിൻ്റെ അറയും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ ലെഹങ്കകളാട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ വേറെ 2 കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് 7ാം മാസത്തിൽ എനിക്ക് ഫോട്ടോഷൂട്ടിന് എടുത്താണ്. പിന്നെ ഇതൊക്കെ നമ്മൾ നോർമൽ ഡ്രസ്സുകളാട്ടോ. നീറ്റുകൾ, അടിപ്പാവടകൾ, ടോപ്പുകൾ, ഇതൊക്കെ ഞാൻ ഓരോ സെക്ഷനിലാണ്. ഇതൊക്കെ ഒന്ന് ആദ്യം മുതൽ എടുത്ത് വൃത്തിയാക്കണം. അപ്പോൾ ഇത് ഞാൻ വൃത്തിയാക്കിയിട്ട ശേഷം എടുത്താട്ടോ. അപ്പം എൻ്റെ ഈ അറയും വൃത്തിയാക്കി. അപ്പോഴേക്ക് സ്വത്തു എങ്ങനെ കിടന്ന സ്വത്തു ഇങ്ങനെയൊക്കെ തല തിരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഞാൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇത് ഏട്ടൻ്റെ സെക്ഷനാട്ടോ. ഇപ്പോൾ ഏട്ടൻ്റെ സെക്ഷനിൽ വൃത്തികേടാവൊന്നുമില്ല. അടിയിലെ ബെഡ്ഷീറ്റിൻ്റെ സെക്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് വൃത്തിയാക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വൃത്തിയാക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും നമ്മുടെ നായിക ഉണർന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.